ഹലോ ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്കാണ് അല്ലെ വന്നിരിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഇറ്റ് ഓൺ എന്നാണ് സെഷന്റെ പേര്. സോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേ. ലാസ്റ്റ് സെഷൻ ആണ്, നിങ്ങൾ പരസ്പരം നിങ്ങളെ കാണാൻ പറ്റുന്ന ലാസ്റ്റ് സെഷൻ ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാവും. അപ്പൊ നമുക്ക് പരസ്പരം കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കുറയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് പറഞ്ഞത് കേട്ടേന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറിയന്റേഷൻ 8.0 ഇന്ന് അവസാനിക്കുകയാണ്. സോ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ പഠിത്തത്തിന്റെ പാതയിലേക്ക് കിടക്കുകയാണ് അല്ലെ. സോ നമ്മുടെ തീം എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് അല്ലെ. സോ നമ്മുടെ പാത്ത് ഡിസ്കവർ ചെയ്യുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞു ഓൾറെഡി. കാരണം സൈക്കോളജി നിങ്ങൾ ചൂസ് ചെയ്തു, സേ ഹെലോ ടു സെഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലേൺ വിത്തൗട്ട് ലിമിറ്റ്സ് അല്ലെ, അതും കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ സെഷൻസ് വർക്ക് വിത്ത് ഇഗ്നു, പിന്നെ ലേൺ വിത്ത് ലേൺ വൈസ്, എൻ മാസേ, സിലബസ് ഡീകോഡിംഗ് ഉണ്ടായിരുന്നു എമ്മയുടെ, പിന്നെ അലുമിനി ടോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ നമ്മൾ കണ്ടു അല്ലെ, പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക്, പിന്നെ കരിയർ റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ഓൾറെഡി എങ്ങനെയാണ് ലിമിറ്റ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. ഇനി ഇനി ഇന്ന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള എന്താണെന്നുള്ളത് നോക്കാൻ പോവാണ് അല്ലെ. സോ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തൊട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്, മെന്റർഷിപ്പ് വഴിയും അല്ലാണ്ട് നമ്മുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് വഴിയൊക്കെ. സോ അതിനായിട്ട് നമ്മൾ ഇന്നത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ടേബിൾ ലോഞ്ചിങ്ങും പിന്നെ ബാക്കി കുറച്ച് പരിപാടികളും ആണ്. സോ നമുക്ക് ടൈം ടേബിൾ ലോഞ്ച് ആണ് മെയിൻ അല്ലെ. നിങ്ങൾ പലപ്പോഴായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് മാം, നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവുമോ, ടൈം ടേബിൾ കിട്ടുമോ എന്നുള്ളതൊക്കെ. സോ അതിനുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് നമ്മൾ ടൈം ടേബിൾ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ, അക്കാഡമിക് കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോകിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഞാൻ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ. എമ്മയുടെ അശോക്, ഓവർ ടു യു. കേൾക്കാമല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങളുടെ ഒരു ലേൺ വൈസ് ജേർണിയിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒരു 9 ഡിഫറെൻറ്റ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ സെഷൻസിൽ നിങ്ങൾ ലേൺ വൈസ് എന്താണെന്നും ഓരോ കാര്യങ്ങളും ഇപ്പോൾ വൈഷ്ണവി മാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓരോ സെഷൻസിൽ എന്തൊക്കെയാണ് നമ്മൾ നടന്നത്, എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളിപ്പോൾ ലേൺ വൈസിൻ്റെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കോണ്ടന്റ് അതിൽ അവൈലബിൾ ആയിരിക്കും. കുറേ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, കുറേ ഹാപ്പിനെസ് സെഷൻസ് ഉണ്ട്, കുറേ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൻ്റെ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലെന്താണ് നിങ്ങൾക്ക് ഈ ഒരു 1 ഇയർ കൊണ്ട് കാണേണ്ടത്, എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് ഇനി നിങ്ങൾക്ക് ആവശ്യം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും വന്ദിക്കുന്ന നിങ്ങളുടെ ഒരു എന്താണ് അംബീഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ ടൈം ടേബിൾ തന്നെയാണ്, അല്ലെങ്കിൽ എന്താണ് ഓരോ ദിവസം പഠിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഒത്തിരി വലിച്ചു നീട്ടാതെ നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. 1 സെക്കൻഡ്. ഹലോ, കാണാമോ? ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നമ്മൾ MA ഇൻ സൈക്കോളജി ജൂലൈ 24 ബാച്ചിന്റെ ടൈം ടേബിൾ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു MA സൈക്കോളജി സിലബസ് ഡീകോഡിംഗ് സമയത്തൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും 6 പേപ്പറാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു MA സൈക്കോളജി ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ 6 പേപ്പറുകളിൽ നമ്മൾ ഈ മൊത്തം ടൈം ടേബിൾ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ 6 പേപ്പറിൽ 3 പേപ്പർ നമ്മൾ ഓഗസ്റ്റ് ടു ഡിസംബർ സെഷനിലും, അടുത്ത 3 പേപ്പർ നമ്മൾ ജാനുവരി മുതൽക്ക് നിങ്ങൾക്ക് അടുത്ത ജൂൺ വരെയുള്ള സെഷനുമായിട്ട് നമ്മൾ ടൈം ടേബിൾ സ്പ്ലിറ്റ് ചെയ്യാണ്. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡീസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓഗസ്റ്റ് 5-നാണ് നിങ്ങളുടെ ടൈം ടേബിൾ. എന്ന് വെച്ചാൽ മൺഡേ മുതൽക്കാണ് നിങ്ങളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നിങ്ങൾ കാണേണ്ട പേപ്പർ നിങ്ങളെ ലേൺ വൈസ് ആപ്പ് എടുക്കുക. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് MPC 003 എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ടാവും. ആ പേപ്പറിന്റെ ലെസൺ 1 ആണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ടൈം ടേബിൾ അത്രയും കൃത്യമായിട്ട് നമ്മൾ ടൈം കൊടുത്തിട്ട് 10:30 AM 7:30 PM. ഈ ടൈം ഫോളോ ചെയ്യുന്ന ആർക്കായിരിക്കും? നമുക്കിപ്പോൾ നിങ്ങളുടെ കോഴ്സ്, നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, വേറെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ ആ ടൈമും വെച്ച് ഫോളോ ചെയ്യാൻ 10:30 AM രാത്രി 7:30 PM നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ല, നിങ്ങൾ വീട്ടിൽ വീട്ടിലെ കുറെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ജോബിന് പോകുന്ന
കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രാവിലെ 10:30 കാണാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക, ആ ഒരു ദിവസം രാത്രി കഴിയുന്നതിന്റെ മുന്നേ നമ്മൾ ടൈം ടേബിളിൽ പറഞ്ഞില്ല 2 ലെസണും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ലെസൺ 1 ബ്ലോക്ക് 1 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റും കാണണം. അതുപോലെ ലെസൺ 2 നിങ്ങൾ കാണണം. അത് നിങ്ങൾ രാത്രി അന്ന് പോകുന്നതിന് മുന്നേ കാണണം. അപ്പൊ ഇത് കാണുക പറഞ്ഞ വലിയ കാര്യമാണ് അല്ല, കാരണം ഒരു അരമണിക്കൂറിന്റെ അല്ലെങ്കിൽ മാക്സിമം 45 മിനിറ്റ്സിന്റെ ഓരോ വീഡിയോ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ലെസൺ കാണുക എന്നുള്ളത് അല്ലെങ്കിൽ ലെസൺ വാച്ച് ചെയ്യാന്നുള്ള ഉദ്ദേശം ലെസൺസ് മാത്രം കണ്ടുപോലല്ല, അതിന്റെ കൂടെ നിങ്ങൾ അതിന്റെ SLMs വായിച്ചിരിക്കണം, അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സും ഉണ്ടായിരിക്കും, അതിന്റെ എക്സാം പീരിയഡ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓരോ ലെസൺസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചിലപ്പോൾ ലെസൺസ് ഓരോ യൂണിറ്റിനായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ പഠിച്ച് അല്ലെങ്കിൽ വായിച്ചിട്ട് പോകേണ്ടതാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളുടെ ആ ഒരു ലെസൺ 8 ആണ്. ബ്ലോക്ക് 1 8 ലെസൺസിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലെസൺ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 ദിവസം നിങ്ങൾക്ക് എന്താണ് അതിന്റെ ലൈവ് സെഷൻസ് ആണ് അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആണ്. അപ്പൊ ഈ 4 ദിവസം ഇതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവുന്നതാണോ? അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഈ 8 ലെസൺസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 5ാമത്തെ ലെസൺ ഒരു വട്ടം കണ്ടതുകൊണ്ട് മനസ്സിലായില്ല, ഒന്നുകൂടി കാണണം അല്ലെങ്കിൽ ഒന്നുകൂടി പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാം, അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലെസൺസ് റീവാച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ദിവസങ്ങളിൽ കാണാം. അതല്ലെങ്കിൽ ഇനി ഇതിന്റെ കൂടെ എന്താണ്, നിങ്ങൾ ഇത് ലെസൺസ് കാണുമ്പോൾ വെറുതെ കണ്ടുപോകല്ല, നിങ്ങൾക്ക് എന്താണോ ഡൗട്ട്, ആ ഡൗട്ട് വരുന്ന സമയത്ത് അതൊരു പേപ്പറിൽ എടുത്ത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഈ ഒരു വീക്ക് അല്ലെങ്കിൽ 8 ലെസൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് 9 to 13 അല്ലെങ്കിൽ ഈ ഒരു 4 ദിവസത്തില് ഏതെങ്കിലും 1 or 2 ദിവസം എയ്തർ ആരായിരിക്കും നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് ലൈവ് സെഷൻ നമുക്ക് സൂം മീറ്റ് വഴി പ്രൊവൈഡ് ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിന്റെ സമ്മറി എന്താണോ ആ സമ്മറി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ലൈവ് സെഷൻസ് വരുമ്പോഴേക്ക് നിർബന്ധമായിട്ട് എന്തിരിക്കണം, നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ലെസൺ അടുത്ത ബ്ലോക്ക് 2 നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്താണ്, നിങ്ങൾ ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഫുൾ ആയിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ടൈം കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. അതിൽ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 അങ്ങനെ ആ ഒരു സബ്ജക്റ്റിന്റെ 4 ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾ അടുത്ത ഒരു മാസം സെപ്റ്റംബർ 6 നമ്മൾ ഓഗസ്റ്റ് 15 തുടങ്ങി സെപ്റ്റംബർ 5 ആകുമ്പോഴേക്കും ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തു. സെപ്റ്റംബർ 6 നമ്മൾ നെക്സ്റ്റ് സബ്ജക്ട് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി തുടങ്ങുകയാണ്. സെയിം മോഡൽ എന്താണ് അത് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ബ്ലോക്ക് 1 കംപ്ലീറ്റ് ലെസൺ 7 വരെ കാണുക. അതിനുശേഷം അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒക്ടോബർ ഒരു 15, 17 ഒക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒക്ടോബർ 7th ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താണ് ഒരു ബ്ലോക്ക് ആ ഒരു സബ്ജക്ട് കഴിഞ്ഞു, അടുത്ത സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ആംബിഗ്യൂറ്റിയുടെ കാര്യമൊന്നുമില്ല, നിങ്ങൾ എന്താണ് കാണേണ്ടത് എന്താണ് പഠിക്കേണ്ടത് അങ്ങനത്തെ ഒരു ചിന്തയുടെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ നോക്കാം. ഇന്ന് ഒക്ടോബർ 1 അപ്പൊ ഇന്ന് കാണേണ്ടത് ലെസൺ 20 ആണ് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി അല്ലെ, അത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും എന്ത് ചെയ്യാം, അപ്പൊ നമ്മളത് എത്ര ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും സൈക്കോളജി ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് എന്ന് പറയാല്ലേ, നമുക്ക് സിമിലർ പാറ്റേണിലാണ് മാത്സിന്റെ കുറച്ച് ഇതാണ്. അപ്പൊ അതിനും നമുക്ക് ഫാക്കൽറ്റി വരും, നിങ്ങൾക്ക് ആ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് തരും. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ ബ്ലോക്ക് 4 ഒക്കെ കുറച്ച് അധികം വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു 5-6 ദിവസം നിങ്ങൾക്ക് അവിടെ എത്തിയിരിക്കുന്നത്. ചിലപ്പോൾ 7 കുറച്ചധികം ദിവസങ്ങൾ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യം. സ്റ്റാറ്റിന്റെ കേസിൽ നമ്മൾ പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് ലൈവ് സെഷനിൽ. ഇനി തിയറി പേപ്പേഴ്സിന്റെ കേസിൽ നമ്മളെ ആപ്പിൽ എല്ലാ കോണ്ടന്റും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു സമ്മറി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ പ്രൊവൈഡ് ചെയ്ത് തരിക. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അത് ഒരു ബ്ലോക്കിന്റെ ലൈവ് സെഷൻസ് ഇപ്പൊ നിങ്ങളെ മെന്റേഴ്സ് നിങ്ങളെ ഇൻഫോം ചെയ്യും, ഒരു ദിവസം മുന്നെങ്കിലും നിങ്ങളോട് ഇൻഫോം ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ലൈവ് സെഷൻസിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് എന്തിരിക്കണം, അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിരിക്കണം, നോട്ട് വായിക്കേണ്ടതൊക്കെ വായിച്ചിരിക്കണം. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ നവംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ 3 സബ്ജക്ട് നമ്മൾ ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം എന്താണ് അത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി വീണ്ടും ഒന്നും കൂടി പഠിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനത്തേക്ക് എല്ലാം കൂടി വെക്കാതെ ഈ 3 സബ്ജക്ട് ഡിസംബർ ആണെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മോക്ക് എക്സാം എന്ന് പറഞ്ഞത്, മോക്ക് എക്സാം നമ്മൾ ലേൺ വൈസ് നടത്തുന്നത് ഈ മോക്ക് എക്സാം അല്ല. മോക്ക് എക്സാം നമ്മൾ നടത്തും, പക്ഷേ ഇതല്ല നിങ്ങൾ അടുത്ത ജൂൺ ആകുമ്പോഴേക്കും നടത്തുള്ളൂ. ഇവിടുത്തെ മോക്ക് എക്സാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ആപ്പ് എടുത്ത് നോക്കിയ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നിങ്ങളെ മെന്റേഴ്സിനോട് പറയും പോർഷൻ എനിക്ക് മനസ്സിലായി, അത് പഠിച്ച് ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ ഓരോ ദിവസം നമ്മൾ ഡിസംബർ 28 വരെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ ദിവസത്തെ കൃത്യമായിട്ടുള്ള പ്ലാൻ നമ്മൾ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് പോകണം. ഇനി ജാനുവരി 2025 മുതൽക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത 3 സബ്ജക്റ്റിന്റെ ടൈം ടേബിൾ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ബൈ ജൂൺ 2025 നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ എല്ലാ കോണ്ടന്റും എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എക്സാംസിന് വേണ്ടി ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡ് തന്നെ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പോവുക. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതല്ല എനിക്കിപ്പോൾ വേറെ ഇതല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് വേറെ നിങ്ങൾക്ക് പഠിക്കാം ഓഫ് കോഴ്സ്. പക്ഷെ നമ്മളെ ലൈവ് സെഷൻസ് എന്താണ് ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് മാത്രമായിരിക്കും പോകുക. അപ്പോൾ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ മുന്നേ എന്തായിരിക്കണം കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ആ ഒരു ബ്ലോക്കുകൾ കണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇതനുസരിച്ച് പോകാൻ പറ്റട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് ചേരാൻ ഒരു പെർട്ടിക്കുലർ എയിം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലേൺ വൈസ് ചൂസ് ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ എന്താ പറയാ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫുൾ ചെയ്യാൻ പറ്റട്ടെ. ഫ്ലൈയിങ് കളേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിന് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് എന്താ ഒരു മെസ്സേജിന്റെ ദൂരത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം അവരവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഹോൾ ലേൺ വൈസ് ടീം നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. മൺഡേ മുതൽക്ക് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റുക. എന്താ പറയാ കുറെ എന്തൊക്കെ വന്നാലും ഈ ഒരു ദിവസത്തെ 2 ലെസൺസ് നമ്മൾ കാണുന്നങ്ങനെ നമ്മൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഒരു സെഷന് ശേഷം നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. അപ്പോൾ മൺഡേ മുതൽക്ക് കൃത്യമായിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റട്ടെ. എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് അശോക് സാർ. അപ്പൊ അശോക് സാർ കാണിച്ചു തന്നു നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അല്ലെ. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത ഇതാണ് നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മെന്റർഷിപ്പ് പോലെ തന്നെ ലേൺ വൈസിൽ. അപ്പൊ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആദില മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ആദില മാം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, സോ ആദില, ഓവർ ടു യു. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദില, സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങളുടെ ഓറിയന്റേഷൻ ഒക്കെ കഴിയാറായി, എൻഡിലേക്ക് എത്തിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഇത്രയും 9 സെഷൻ വെച്ച് നിങ്ങളുടെ മെന്റേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു പുതിയ ജേണി, ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ത്രൂ ഔട്ട് ആ ജേണിയിൽ നമ്മളെല്ലാവരും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ആദില മാമിനെയും കണ്ടു, നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെയും കണ്ടു അല്ലെ. ഇനി നമ്മുടെ ടീം എല്ലാം ഇവിടെ നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ ഉണ്ട്. സോ എല്ലാവരുടെയും നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഒരു വിഷസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടീമിന്റെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. സോ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ മെന്റർഷിപ്പ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ നമ്മുടെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, CEO, പിന്നെ അക്കാഡമിക് ഡിവിഷനിലുള്ള എല്ലാവരും, സ്റ്റുഡന്റ് സക്സസ് ഡിവിഷനിലുള്ള എല്ലാവരും നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പൊ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നു 10 സെഷൻ ഉണ്ടായിരുന്നു നമുക്ക് മൊത്തത്തിൽ അല്ലെ. 8.0 എന്ന് പറഞ്ഞിട്ട് 10 സെഷൻ ഉണ്ടായിരുന്നു. ഈ 10 സെഷനിലും നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 സെഷനും ഒരേപോലെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആക്ഷൻ ടാസ്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അയച്ചു തരുന്ന ഒരാൾ അല്ലെങ്കിൽ 2 ആൾ 3 ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. സോ ആ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊടുക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോ. സോ നമുക്ക് ആരാണെന്ന് അറിയാം ഈ ബെസ്റ്റ് പെർഫോമർ ആയിട്ട്. നിങ്ങൾ എല്ലാവരും ബെസ്റ്റ് പെർഫോമേഴ്സ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒരേപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് 3 പേരെ എല്ലാവരും റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ 3 പേരെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഹന, ക്യാൻ യു സ്ക്രീൻ ഷെയർ? ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റില് ഫർഹ. കൺഗ്രാറ്റുലേഷൻസ് ഫർഹ. ഇവിടെ ഉണ്ടോ ഫർഹ? ഇവിടെ ഉണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. ഫർഹ ഉണ്ടോ ഇവിടെ? ഫർഹ ഉണ്ടല്ലോ. ഫർഹ ഫരീദ്. ഫർഹ എന്താണ് ഫർഹ? കൺഗ്രാറ്റുലേഷൻസ്. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ പറ്റുന്ന ജോബ്. ഓക്കെ, നെക്സ്റ്റ് ആരാ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ദുർഗയാണ്. കൺഗ്രാറ്റുലേഷൻസ് ദുർഗ. എല്ലാരും കൈയടിക്കുന്ന ഇമോജി, എല്ലാരും റിയാക്ഷൻസും ചാറ്റ് ബോക്സിൽ കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കാട്ടോ. ദുർഗ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്
ഒരാളും കൂടി ഉണ്ട്. ചിന്നു ആണ്. ചിന്നു PS. ചിന്നു ചിന്നു ഉണ്ടോ? ഇവിടെ ഉണ്ടോ? കൺഗ്രാചുലേഷൻസ്. ഓക്കെ. ഓക്കെ, സോ 3 പേരെ മാത്രമായിട്ട് എടുത്തതല്ല, നിങ്ങൾ എല്ലാവരും റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ 3 പേരെ എടുത്തതാണ് കേട്ടോ. സോ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടാത്തവര് വിഷമിക്കരുത്, നമ്മുടെ അടുത്ത് പരാതി ഒന്നും പറയരുത്. അത് നിങ്ങൾക്ക് എല്ലാ മാസവും ബെസ്റ്റ് പെർഫോമൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് മന്തിന്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ മാം? അതെ അതെ അതിലൊക്കെ നമുക്ക് ബെസ്റ്റ് പെർഫോമർ ആവാം. നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ആ മന്തിൽ ബെസ്റ്റ് പെർഫോമർ ഒക്കെ ആയിട്ട് നമ്മൾ എന്താ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലേ? അതെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 10 സെഷൻ നിങ്ങൾക്കൊന്ന് റിവൈൻഡ് അടിച്ചിട്ട് കാണിച്ചു തരട്ടെ ഞങ്ങള്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ചിലവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, എന്താണ് ഉണ്ടായതെന്ന് ചിലവർക്ക് തീരെ അങ്ങോട്ട് ഒരു വേഗ് മെമ്മറി ആയിരിക്കും അല്ലെ. സോ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് ചെറിയ കുട്ടി വീഡിയോ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമാണ്. Welcome to a visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. താങ്ക് യു സോ മച്ച് ഹന. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു മിണ്ടാത്തെ? അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. ഗ്രേറ്റ്. യെസ്. കൊള്ളായിരുന്നു.
ഓക്കെ. ഓക്കെ. സോ നമ്മുടെ ഈ സെഷന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്തായിരുന്നു? ടൈം ടേബിൾ റിലീസ് ആയിരുന്നു. സോ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ടൈം ടേബിൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഇനി നമുക്ക് വേണ്ടത് ഫീഡ്ബാക്സ് ആണ്. നിങ്ങൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതനുസരിച്ച് വേണം നമുക്ക് അടുത്ത സെഷൻ, അടുത്ത സ്റ്റുഡൻസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലേ? സോ അത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ ആരെങ്കിലും കുറച്ച് 2-3 പേരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ ഫീഡ്ബാക്ക്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നവർക്ക് ടൈപ്പ് ചെയ്യാം. അതല്ലാണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ ഒന്ന്? ഓക്കെ. ഒരുവിധം എല്ലാ ഓറിയന്റേഷൻ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിരുന്നു. എല്ലാം നല്ല സെഷൻസ് ആയിരുന്നു. ഇപ്പം ലേൺ വൈസിനെ പറ്റിയിട്ടാണെങ്കിലും ഇപ്പൊ സ്റ്റാർട്ടിങ് മീൻസ് തുടക്കമായിട്ടുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ ലേൺ വൈസ് ആപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരെ പോലും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സെഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഫസ്റ്റ് ഡേ സെഷൻ എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം എല്ലാവർക്കും സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് എക്സ്പെക്ട് ചെയ്തത്. ഒരുവിധം എല്ലാവരും ജോയിൻ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും ഇംപ്രസ് ചെയ്യുന്ന രീതിയിലായിരുന്നു സെഷൻ നടത്തിയത്. അതിപ്പം കളിയിലൂടെ ആണെങ്കിൽ എല്ലാവരുടെ മെമ്മറി പവറും ടെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും കൂടെയാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ സെഷൻ ആണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അത്രയും ഈസി ആവുന്ന രീതിയിൽ ലേണേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ ഡൗട്ടാണ്, എങ്ങനെയാണ് പഠിക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, എങ്ങനെ ഇരിക്കണം, എത്ര വീഡിയോ പെർ ഡേ കാണണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടെ ക്ലിയർ ആയി. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് വിത്ത് ഇഗ്നോ എന്ന് പറയുന്നതിൽ നമുക്ക് അറിയണ്ടായിരുന്നില്ല. നമുക്ക് മെയിലിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ പറഞ്ഞു തന്നെങ്കിൽ പോലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതോടുകൂടെ അതും ക്ലിയർ ആയി. അപ്പം എല്ലാം പിന്നെ വെച്ച് നോക്കുമ്പോൾ ഫുൾ യൂസ്ഫുൾ ആകുന്ന വളരെ വർത്ത് ആയിട്ടുള്ള ക്ലാസ്സസ് ആൻഡ് ഓറിയന്റേഷൻ ക്ലാസ്സസ് ആയിരുന്നു എല്ലാം. പിന്നെ മെന്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പം എന്ത് വർക്ക് തന്നു കഴിഞ്ഞാലും നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ പറ്റുന്ന, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരു ടൈമിലാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ വെക്കാബുലറിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുള്ള ടൈമിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ നമ്മളുടെ വെക്കാബുലറി ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള എൻറിച്ച്മെന്റ് പ്രോഗ്രാംസും അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ലേൺ വൈസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫറ. നമുക്ക് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വളരെ വാല്യുബിൾ ആണ് കേട്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. യെസ്, ചാറ്റ് ബോക്സിൽ ഒരുപാട് ഫീഡ്ബാക്സ് വരുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാം? ഹലോ. ഹലോ, ആരാണ്? ചിനു ആണോ? അതെ. സോറി, എനിക്ക് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഡ്യൂട്ടിയിലാണ്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ. എനിക്ക് ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞു. മാം എനിക്ക് എന്റെ മെന്റർ മെസ്സേജ് ചെയ്തിരുന്നു. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാംസും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു. പിന്നെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് നമുക്കൊരു മോട്ടിവേഷൻ ആണ് പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെത്. പിന്നെ നമ്മുടെ ഇഗ്നോന്റെ എല്ലാ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് തന്നെയാണ് എല്ലാം തന്നിട്ടുള്ളത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ എന്റെ മെന്റർ അക്ഷര മാം ആണ്. അപ്പോൾ അക്ഷര മാം ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ലാഗ് വന്നാലും പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് നമുക്ക് എന്താ പറയാ, സ്റ്റഡീസിൽ നിന്ന് ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും സ്റ്റഡീസിൽ നിന്ന് വിട്ടുപോകാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം താങ്ക്സ് ടു ഇഗ്നു ആൻഡ് താങ്ക്സ് ടു അക്ഷര മാം, എല്ലാ മെന്റേഴ്സിനും, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി എവരിവൺ. താങ്ക് യു സോ മച്ച് ചിന്നു. താങ്ക് യു സോ മച്ച്. എന്റെ ഈ സെഷൻസ് എല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനിക്ക് വളരെ എൻകറേജ് ആയി തോന്നി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കരിയർ ഗ്യാപ്പിന് ശേഷമാണ് പലരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും പലതിനോടും. എങ്ങനെ ഒരു ഇന്ററാക്റ്റീവ്, അതും സൂമിലൂടെ നമ്മൾ എങ്ങനെ ഇതൊക്കെ ചെയ്യും, ഇത് എനിക്ക് പോസിബിൾ ആണോ? സത്യം പറഞ്ഞാൽ ഇൻ കേസ് എന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിനുള്ളിൽ തന്നെ നമുക്ക് ഇത് സാധിക്കുമോ? ഒരു കോൺഫിഡൻസ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും
ഇപ്പൊ ഇതില് മിക്കവാറും ജോയിൻ ചെയ്ത എല്ലാവർക്കും ഉണ്ടാവും. പലർക്കും പല പ്രശ്നമായിരിക്കും. ചിലപ്പം വർക്കിംഗ് വുമൻ ആയിരിക്കും, ചിലപ്പം അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇതിലൂടെയും നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ നമുക്കിനി നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സെഷൻ വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് പറയണം. കാരണം അവരുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന തരത്തിലായിരുന്നു ഓരോ സെഷൻസും. ഇപ്പം ഒത്തിരി പേർക്ക് ചിലർ വർക്കിംഗ് ചെയ്യുന്നവരായിരിക്കില്ല, ചിലര് ചെറിയൊരു, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് എടുക്കണം, എനിക്കൊരു PG എനിക്ക് വേണം എന്നുള്ള ചിന്ത ഉള്ളവരായിരിക്കും. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ചിലർക്കൊക്കെയും ഇംഗ്ലീഷ് ഒന്നും അത്രയും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ വളരെ ഒരു ബേസിക് ലെവലിൽ നിന്ന് തന്നെ അതൊക്കെ കൊണ്ടുവന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പല അലുമിനീസും നമ്മളടുത്ത് സംസാരിച്ചു. അവരുടെയൊക്കെ സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ പറയണ്ട ഇതുപോലെ തന്നെ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ അത് ചെയ്യുന്നു. എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ മെന്ററോട് ചോദിക്കും, സോ ഞാൻ ഇത് എങ്ങനെയാ ചെയ്യാന്ന് എന്റെ ഒരു ഡൗട്ടായിട്ട് ഞാൻ പറയുന്ന കാര്യം നെക്സ്റ്റ് സെഷനിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ എനിക്കിപ്പം അതിലൊരു കൺഫ്യൂഷൻ ഇല്ല. ഇനി നെക്സ്റ്റ് ലെവലിൽ ഇനി എങ്ങനെ പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനോ ഒരു പേടിയോ അതിനോടുള്ള ഒരു കോൺഫിഡൻസിന്റെ കുറവോ ഇപ്പൊ എനിക്കില്ല. So I'm thankful for these all sessions, and especially the mentors and the all coordinators, everybody. Okay, പിന്നെ നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും എല്ലാവരും നല്ല വിശ്വാസത്തോടു കൂടി ഇരിക്കണം. കാരണം നമുക്ക് ഇവരെല്ലാം ബിലീവ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ വരെയൊക്കെ. പിന്നെ നമ്മൾ ഇന്ന് ഒരു ആപ്പ് എല്ലാം യൂസ് ചെയ്ത ഒരു മൊബൈൽ ഇന്റർനെറ്റ് യുഗത്തിലാണ്. സോ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് എടുത്ത് നോക്കാൻ പറ്റും. സോ ഇവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഈച്ച് ആൻഡ് ഒരു സെഷൻ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ആ ബാറിൽ നോക്കി ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് അറിയാം എന്താണെന്ന്. സോ എനിക്ക് കുറച്ച് ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതിന് മുമ്പ് തന്നെ വീഡിയോസ് ടെസ്റ്റ് കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഈസി ആണ്. പിന്നെ ഞാൻ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നും നമുക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവരെ കൂടുതലായിട്ടൊന്നും ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാം ഓക്കെ ആണ്. ആപ്റ്റ് ഫോർ ദി സിറ്റുവേഷൻ, ആപ്റ്റ് ഫോർ ദി സെവൻ. എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആതിര. ആതിരയുടെ അഭിപ്രായം കേട്ടപ്പോ ഞങ്ങള് മെന്റേഴ്സിന്റെ മനസ്സ് നിറഞ്ഞു അല്ലേ ഹന? നമുക്ക് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാൻ. ഓക്കെ, സോ ആരാണ് നെക്സ്റ്റ് വരുന്നത്? കവിത. യെസ് കവിത, പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് മെന്റേഴ്സിനോടാണ്. ലൈക്ക് എപ്പോ എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനും അവരുടെ സൈഡിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഹെൽപ്പും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഓൾ സെഷൻസ് ഇറ്റ് വാസ് സോ യൂസ്ഫുൾ. എല്ലാവർക്കും വളരെ നന്ദി. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഓൾ ബിഗിനേഴ്സ്. താങ്ക് യു സോ മച്ച് കവിത, താങ്ക് യു. ലാസ്റ്റ് ഒരാളും കൂടി, ആരാണ് വരിക വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്? ഹലോ, ആരാണ്? പേരൊന്ന് പറയാമോ? ദൃശ്യ. ഓക്കെ. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ദൃശ്യ. ഇൻസ്റ്റഗ്രാം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സൈക്കോളജി ചെയ്യണം, PG ചെയ്യണം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു 1.5 കൊല്ലമായി ഞാനിങ്ങനെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നുണ്ട് സൈക്കോളജി ബേസ്ഡ് വീഡിയോസ്. അപ്പോഴാണ് ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ ലേൺ വോയിസ് എന്നുള്ളത് വന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വെറുതെ നോക്കിയതാ. അപ്പൊ അതിലുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സൈക്കോളജി ആണ്, ഇങ്ങനെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കി. അപ്പൊ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, നല്ലതാണല്ലോ, കുഴപ്പമില്ല. അങ്ങനെ ജോയിൻ ചെയ്ത്. അപ്പൊ പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ലൈക്ക് എന്താ പറയാ, കോളേജിൽ ചേരാതെ ഡയറക്റ്റ് ഒരു റെഗുലർ ക്ലാസ് അല്ലാതെ നമ്മൾ എങ്ങനെയാ സൈക്കോളജി പഠിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ഞാൻ. പക്ഷെ ലേൺ വൈസിൽ ചേർന്നപ്പോൾ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ഉറപ്പിച്ചും പാസ്സാവാൻ പറ്റും എന്നുള്ള എനിക്ക് തോന്നുന്നു റെഗുലർ ക്ലാസ്സിനേക്കാളും വളരെ നല്ല രീതിയിൽ ഇതിലെനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഓറിയന്റേഷൻ സെഷൻസ് ആണെങ്കിലും എല്ലാം ഭയങ്കര, എനിക്ക് ചിലത് മിസ്സായിട്ടുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ നോക്കുന്നുണ്ട്. അല്ലാതെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളെ കരിയർ ഗൈഡൻസ് ഉള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് ആ സാറൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ കണ്ടന്റ് ആണെങ്കിലും നമ്മുടെ ആപ്പിലുള്ള ഓരോ കണ്ടന്റ് ആണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാ സാറുമാരും ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മെന്റർ
ഹർഷന മാം ഷീസ് വെരി ഹെൽപ്ഫുൾ, ഭയങ്കര ഹെൽപ്പാണ്. എപ്പോഴും നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടേയിരിക്കും, പഠിക്കുന്നുണ്ടോ, എവിടെ എത്തി, എന്താണ്. അപ്പൊ ഞാൻ ചിലപ്പോ നമ്മള് എന്താ പറയാ ആ സിലബസ് കുറച്ചൊന്ന് വിട്ടു പോവാണെങ്കിൽ, ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് കുറച്ചൊന്ന് മാറി പോവാണെങ്കിൽ തന്നെ മാം ഇങ്ങനെ റിമൈൻഡ് ചെയ്യും, എന്ത് ചെയ്തു, ഇന്ന് എന്ത് ചെയ്തു, എന്താ പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റെഗുലർ ആയിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നോണ്ട് നമ്മൾ അലേർട്ട് ആയിരിക്കും പഠിക്കണം എന്നുള്ളത്. അതുപോലെ എല്ലാ ക്ലാസ്സും, എല്ലാ ഓറിയന്റേഷൻ സെഷൻസ് ആണെങ്കിലും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ലേൺ വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലേൺ വൈസ് എന്നുള്ള ഇതിലേക്ക് എത്തിയത് വളരെ താങ്ക്ഫുൾ ആണ് ഞാൻ. താങ്ക് യു സോ മച്ച്. കീപ് ഗോയിങ്. താങ്ക് യു ഋഷ്യ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടോ? ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാട്ടോ നിങ്ങക്ക്. രജിത? യെസ്. ആക്ച്വലി ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത സെഷൻസ് ആയിരുന്നു. എനിക്കായാലും നമ്മുടെ അലുമിനി ടോക്കിലൊക്കെ ഭയങ്കരമായിട്ട്, ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗ്യാപ്പിന് ശേഷം പഠിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരായാലും കൂടിയവരായാലും അത് അച്ചീവ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ആയി പഠിച്ചാലോ ഇഗ്നോ മാത്രം വെച്ച് പഠിച്ചാലോ എന്നൊക്കെയുള്ളൊരു ധാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മാറി കിട്ടിയ സെഷൻസ് കൂടിയാണ്. കാരണം നമുക്ക് ഒരാളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ തരത്തിലുള്ള സെഷൻസ് ആയിരുന്നു. പല സെഷൻസും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു, ആൻഡ് ഓൾ ടുഗെദർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കൊണ്ടും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാപ്പിനെസ് സോ സെഷൻ വാസ് വെരി ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഹാപ്പിനെസ് അംബാസിഡർ ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പഴേ അപ്രിഷിയേറ്റ് ചെയ്യാം അതെ കേട്ടോ. അതെ. അതുപോലെ കുറെ ആൾക്കാര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഷംജിത്ത് അതുപോലെ കുറെ പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അതെ. താങ്ക് യു രജിത. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് നമ്മുടെ ഡ്യൂട്ടി ചെയ്യും. നിങ്ങൾക്ക് അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ, ആതിര പറഞ്ഞ പോലെ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം അല്ലെ. നമ്മള് രണ്ട് കൈ കൊണ്ടും അടിച്ചാൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? പഠിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ടെസ്റ്റ് കോഴ്സ് ആയാലും പിന്നെ നമ്മൾ പറയുന്ന ലെസൺസും ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ ലൈവ് സെഷൻസ് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതും എല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം വൺസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണ്. നമ്മൾ ആ ഒരു ഓർഡറിൽ പോയി അത് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാടായിരിക്കും രണ്ടാമതും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ബ്രേക്ക് ഇല്ലാണ്ട് തന്നെ നിങ്ങൾ മെന്റേഴ്സ് പറയുന്ന പോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ. സോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ഫോംസ് അയച്ചു തരും. ഒന്ന് ഒരു ഫീഡ്ബാക്ക് ഫോം ആണ്. ഇപ്പൊ ഇതിൽ അൺമ്യൂട്ട് ആക്കി പറയാൻ മടിയുള്ളവരുണ്ടാകും, അതുപോലെ ചാറ്റ് ബോക്സിൽ പറഞ്ഞവരുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് കമ്പൽസറി ആണ് കേട്ടോ, മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ക്രിറ്റിസിസം ആണെങ്കിലും നമ്മുടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഫീഡ്ബാക്ക് ഫോം ആണ്, അത് ആരാണ് എഴുതിയിരിക്കുന്നത് ഒന്നും നമുക്ക് അറിയണ്ടാവില്ല. ബട്ട് നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യുക ഫീഡ്ബാക്ക് ഫോം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഒരു അസസ്മെന്റ് ഫോം നമ്മൾ അയച്ചിട്ട് നിങ്ങൾക്ക്. സോ ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമർ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കണ്ടുപോലെ, ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ആ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അസസ്മെന്റ് ഫോം നമ്മൾ അയക്കും. ആ അസസ്മെന്റ് ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. സ്കോറിന് ബേസ് ചെയ്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്, അതായത് എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. സോ ഇത് രണ്ടും മിസ്സാക്കാണ്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫീഡ്ബാക്ക് ഫോം കമ്പൽസറി ആയിട്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ് വേണ്ടാത്തവർ അസസ്മെന്റ് ഫോം ഫില്ല് ചെയ്യേണ്ട, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു ഫോം ഉണ്ട്, അത് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഒരു എക്സലൻസ് അവാർഡ് വേണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോ യെസ്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം ടേബിൾ ഷെയർ ചെയ്യും നിങ്ങൾക്ക്. ഹന മാം എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇല്ല, ഞാൻ ഏകദേശം പറയേണ്ട കാര്യങ്ങളൊക്കെ വൈഷ്ണവി മാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് നമ്മൾ പഠിക്കുക. നമ്മളുടെ ആ ഒരു ഓറിയന്റേഷനും ആ ഒരു ഫൺ ആക്ടിവിറ്റീസും ഒക്കെ കഴിഞ്ഞു. ഇനി സീരിയസ് ആയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യാണ് പഠിത്തം. അതുകൊണ്ട് തന്നെ
പഠിക്കാൻ തുടങ്ങുക, ടൈം ടേബിൾ എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്റേഴ്സിന്റെ അടുത്ത് കണക്ട് ചെയ്യുക. മെന്റേഴ്സ് ഉണ്ടാകും എപ്പോഴും നിങ്ങളുടെ കൂടെ. അപ്പോൾ എല്ലാ ഡൗട്ട്സും ഒക്കെ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ മന്ത് എൻഡ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അതിന്റെ ഓൺ ടൈമിൽ തന്നെ മീറ്റിംഗ് ഒക്കെ ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് 2 വർഷം അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് യെസ്. എവ്രിവൺ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് എവ്രി വൺ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിനെ ഇനി കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ മിസ് ഔട്ട് ആയിട്ടുള്ള സെഷൻസ് എല്ലാം നമ്മൾ യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ടൈം ടേബിളും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ അപ്പൊ പുതിയ കുറച്ച് സ്റ്റുഡൻസ് ഇന്നലെ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഇന്നത്തെ സെഷനിൽ ഉണ്ടായിരുന്നു. അവര് പ്രശ്നമല്ല, നമ്മൾ ബാക്കിയുള്ള മുന്നേയുള്ള എല്ലാ സെഷന്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ. ഇത് ലാസ്റ്റ് സെഷൻ ആണെന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. അതിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ അയച്ചു തരും. അതൊക്കെ നിങ്ങൾ കാണുക. ഓക്കെ, ഓക്കെ, അപ്പൊ ശരി കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ.